കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കണ്ടെത്തിയത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. ആത്മഹത്യ ചെയ്യാനായി റോയി നേരത്തെ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചന. CJ റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാ കുറിപ്പിന് സമാനമായ വിവരങ്ങൾ ഉണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വിദേശ സംരംഭങ്ങളിൽ നിന്ന് തനിക്ക് തിരിച്ചടി നേരിട്ടു എന്നും കുറേ കാലമായി കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും കമ്പനിയെ എങ്ങനെ ആര് നയിക്കണമെന്നും കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പണം നൽകാനുള്ളവരുടെ വിവരവും ഈ കുറിപ്പിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണ് എന്നും ക്ഷമിക്കണമെന്നും പറയുന്ന വൈകാരികമായ കുറിപ്പിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വിവരങ്ങളുമുണ്ട് എന്നാണ് വിവരം. അന്വേഷണ സംഘം കുറിപ്പുകൾ പരിശോധിച്ചു വരികയാണ്. കുറിപ്പിലെ സാമ്പത്തിക ബിസിനസ് സംബന്ധിയായ പരാമർശങ്ങൾ തുടർ അന്വേഷണങ്ങൾക്ക് സഹായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ജനുവരി 30 CJ റോയി ബംഗളൂരുവിലെ സ്വന്തം സ്ഥാപനത്തിൽ ജീവനൊടുക്കിയത്. 57-കാരനായ റോയി ഓഫീസ് മുറിക്കുള്ളിൽ കയറി സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഈ സമയം ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ക്യാബിനിൽ ചില ഡോക്യുമെന്റുകൾ ഉണ്ടെന്നും അത് എടുത്തു വരാമെന്നും ആദായ നികുതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് റോയ് അകത്തേക്ക് പോയി. മിനിറ്റുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ വെടിയൊച്ചയാണ് കേട്ടത്. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു. CJ റോയിയെ ആത്മഹത്യക്ക് തൊട്ടു മുൻപ് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടില്ല എന്നും റോയ് മരിച്ച വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ല എന്ന IT വകുപ്പിന്റെ വാദവും പോലീസ് ശരിവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ബന്നാർഘട്ട റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നാച്ചേഴ്സ് ലക്ഷറിയിലായിരുന്നു റോയിയുടെ സംസ്കാരം. റോയിയുടെ ആഗ്രഹപ്രകാരമാണ് സംസ്കാരം ഇവിടെ നടത്തിയത്. നിരവധി പേരാണ് റോയിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയത്. ഈ കേസിൽ ഇപ്പോൾ ഏറെ നിർണായകമായിട്ടുള്ള ചില രേഖകളാണ് പുറത്തേക്ക് വരുന്നത്. റോയി സ്വന്തം ഡയറിയിൽ ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്നു. അത് ആത്മഹത്യ ചെയ്യാൻ താൻ നേരത്തെ തന്നെ തീരുമാനിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ്. ചില പ്രശ്നങ്ങൾ ബിസിനസ്സുമായി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ആത്മഹത്യ തെരഞ്ഞെടുത്തത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കണം, നിക്ഷേപകരെ എങ്ങനെ സംരക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഡയറിയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും.